ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ദേവരുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയും ഇങ്ങനെ ഹണിമൂൺ ഒക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഒരു സമാധാനമില്ല കേട്ടോ ചന്ദ്രയ്ക്ക്. ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, രണ്ടുപേരും ഭയങ്കര സന്തോഷിച്ചിങ്ങനെ കറങ്ങി നടക്കുകയായിരിക്കും. രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുത്തണം. എന്താ അതിനൊരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ ചന്ദ്ര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ ചിന്തിക്കുന്നത് കാണുന്നത്. അപ്പൊ തന്നെ ബാലചന്ദ്രന് മനസ്സിലായിട്ടുണ്ട് എന്തോ സംതിങ് ഉണ്ട്, സമാധാനമില്ല നമ്മുടെ ചന്ദ്രയ്ക്കെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ വന്നിട്ട്, എന്താ ചന്ദ്രേ ഒരു ആലോചന? അല്ല, മക്കളും മരുമക്കളും ഒക്കെ ടൂറ് പോയാല് വീട്ടിലിരിക്കുന്ന അമ്മായിയമ്മമാര് അവരെ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കാൻ വേണ്ടി അസുഖം നടിക്കലൊക്കെ പതിവുണ്ട്. അല്ല അല്ല നീ ഇപ്പം അവരെ തിരിച്ചെത്തിക്കാനുള്ള വല്ല പ്ലാനും ആണോ ആലോചിക്കുന്നത്? അതാണോ ചന്ദ്രേ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അയ്യോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ മനസ്സ് വായിക്കുന്ന യന്ത്രം ഉണ്ടോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്രൻ, എന്തോ നീ ആലോചിച്ച് കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. എന്തോ നമ്മുടെ ചന്ദ്ര ഇതൊക്കെ എന്താ പറയാ, രവീന്ദ്രൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ, ഇനിയിപ്പോ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ചിന്തിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അങ്ങനെ വല്ല പ്രാന്തം ഉണ്ടെങ്കിലും മനസ്സിലേ നീ വെച്ചിരുന്നാ മതി. പിന്നെ 2 ദിവസം മുഴുവൻ കാണാൻ അവിടെ എന്താ ഉള്ളത്? 2-3 ദിവസം അവിടെ തങ്ങാനായിട്ട്. പിന്നെ ഈ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീ അങ്ങ് പോയിന്ന് തോന്നൂലോ, അങ്ങ് മൂന്നാറിന്. അതെ, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ടോ? നീ അങ്ങനെ പറയല്ലോ, എത്രയോ സ്ഥലങ്ങള് ഞാൻ നിന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ചന്ദ്രേ. കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് പോകുന്ന റൂട്ടിലുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരും, അതല്ലേ? അത് പിന്നെ നമ്മൾ ഈ ഡൽഹിയിലും ആഗ്രയിലും ഒക്കെ പോയിട്ടില്ലേ, താജ്മഹാല് കണ്ടിട്ടില്ലേ? അതൊക്കെ നീ മറക്കും. അന്ന് നിങ്ങളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ആ യാത്രയൊന്നും ഞാൻ കണക്കിലെടുത്തിട്ടില്ല. എന്നാ പിന്നെ നീ ഒന്നും കണക്കിലെടുക്കണ്ട കേട്ടോ. അതെ, മക്കൾ എവിടെ എത്തിയെന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രവീന്ദ്രൻ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു റിങ് സച്ചി ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. അയ്യോ ചന്ദ്രേ, ഞങ്ങൾക്ക് ഒരേ മനസ്സാ. സച്ചി ഇങ്ങോട്ട് വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരുന്നത് സച്ചി ഇങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട്, മോനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴാ നീ ഇങ്ങോട്ട് വിളിച്ചത്. നിങ്ങൾ അവിടെ എത്തിയോ? എത്തിയച്ചാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ കോൾ ആട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചന്ദ്രയല്ല രവീന്ദ്രൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഇല്ലായിരുന്നു, നല്ല രസമുണ്ട് അച്ഛൻ, അച്ഛനും കൂടി വേണമായിരുന്നു എന്ന് നമ്മുടെ രേവതി. വേണ്ട വേണ്ട വേണ്ട, അച്ഛൻ വേണ്ട. ഏതായാലും അച്ഛൻ വന്നാൽ നിങ്ങളുടെ മൂടൊക്കെ പോകും, അത് രസം ഉണ്ടാവില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അപ്പൊ ഇതൊക്കെ അറിയാലോ രവേട്ടന്, എന്നിട്ട് താജ്മഹൽ കാണാൻ പോയപ്പോ അന്ന് നിങ്ങളുടെ അമ്മയും കൂടെ കൂട്ടിയത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതി ഇത് കേൾക്കുന്നുണ്ട്, ചിരിച്ചു വിട്ടോ. എന്നിട്ട് ഹായ് അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, നീ പോടാന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ അത് വിട് മോനെ, അവളെ എന്തോ ചൂടില്ല. അല്ല, അവിടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ? ക്ലൈമറ്റ് ഒക്കെ നല്ലതാ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാഴ്ചയൊക്കെ ഇങ്ങനെ ചുറ്റും നടന്നൊക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ വീഡിയോ കോളിലൂടെ. ചന്ദ്രയ്ക്ക് അടുത്ത് നിന്നിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര നോക്കി അവര് നോക്കി എന്ത് രസമല്ലേ ചന്ദ്രയെ കാണാനായിട്ട്. ചന്ദ്രയ്ക്കാണ് പിന്നെ ദേഷ്യം വന്നിട്ട് ചന്ദ്ര നോക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രയെ നീ നോക്ക്, അത് പിന്നെ എനിക്ക് കാണാൻ താല്പര്യമില്ല, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിച്ച് കാണിക്കുന്നത്? നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ചുമ്മാതെ ഒന്നും അല്ല. കാണ് നീ കാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഇനി വരുമ്പം അച്ഛനും അമ്മേനെയും കൊണ്ടുവരാം കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം മക്കളെ. അല്ല, അച്ഛന് ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിച്ചു. അല്ല, ഗുളികയൊന്നും കഴിക്കാൻ മറന്നില്ലല്ലോ? അയ്യോ, ഇപ്പഴാ ഓർത്തത്, ഞാൻ ആ കാര്യം മറന്നുപോയി. ഏതായാലും മോള് ഓർമ്മിപ്പിച്ചത് നന്നായി, ഞാൻ ഇപ്പൊ കഴിക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങി. ഇപ്പൊ എന്താ അച്ഛാ ഇത്? ഇങ്ങനെയാണെങ്കിലേ ഈ യാത്ര ഒഴിവാക്കി ഞങ്ങൾക്ക് അങ്ങോട്ട് വരേണ്ടി വരുവേ. അയ്യോ, അതൊന്നും വേണ്ട, ഇനി ഞാൻ മറക്കത്തില്ല. ഇന്ന് മറന്നു. നിങ്ങൾ സാവധാനം എല്ലാം കണ്ട് ആസ്വദിച്ച് അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പിന്നെ അത് നിങ്ങളുടെ മോനോട് പ്രത്യേകിച്ച് പറയണോ? അവൻ എവിടെ ചെന്നാലും അടിയും പൊടിയും ഒക്കെ തന്നെയല്ലേ. പിന്നെ അമ്മ, എന്റെ സച്ചേട്ടൻ അങ്ങനെ വെറുതെ അടിയും പിടിയൊന്നും കൂടത്തില്ല. എനിക്കറിയാം. എന്നെക്കാളും അറിയത്തൊന്നും ഇല്ലല്ലോ നിനക്ക് സച്ചിനെ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് അവരുടെ സ്വസ്ഥതയും സമാധാനം കളയരുതേ, അവരവിടെ ആഘോഷിക്കട്ടെ. അതുകൊണ്ട് ചന്ദ്രൻ നീ മിണ്ടാതിരിക്കുക. പിന്നെ മക്കളെ, നിങ്ങളില്ലാത്തതിന്റെ ഒരു വിഷമമൊക്കെ ഇവിടെ ഉണ്ട്. അത് പിന്നെ 2-3 ദിവസമല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ സഹിച്ചോളാം. നിങ്ങൾ 2-3 ദിവസവും കൂടെ ചുറ്റി കറങ്ങിയിട്ട് വാ. എടാ, മോളെ നന്നായിട്ട് നോക്കിയേക്കണം കേട്ടോ, അവക്ക് പരിചയമില്ലാത്ത സ്ഥലമൊക്കെയാണ്.
ഞാൻ ഇവളുടെ കയ്യിൽ നിന്ന് വിടത്തില്ല. അതുപോലെ അച്ഛന്. മതി മതി മതി, ഏതായാലും രണ്ടുപേരും അടിച്ചു പൊളിച്ചിട്ട് വാ. എന്നാ പിന്നെ ഓക്കെ അച്ഛൻ, ഞങ്ങൾ വെക്കുക, പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ചന്ദ്രയാണെങ്കിൽ പിന്നെ ഇതുവരെ ആരും മൂന്നാറിന് പോയിട്ടില്ലല്ലോ. ഇതുവരെ വേറെ എല്ലാവരും മൂന്നാറിന് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്റെ മക്കൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്. ആ, ഇവിടെ ഒരു ശൂന്യത പോലെ തോന്നുക എന്റെ മക്കളില്ലാത്തതുകൊണ്ട്. എന്ത് ശൂന്യത? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. അവരുടെ സ്ഥാനത്ത് വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല ചന്ദ്രെ, അവര് തന്നെ വേണം. അവരുടെ സ്ഥാനത്ത് അവര് തന്നെ വേണമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് വീർത്ത് കെട്ടിട്ടോ. ചന്ദ്രയാണെങ്കിൽ എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും, ഇതിന് എന്താണ് ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവരെ പെട്ടെന്ന് തിരിച്ചു വരുത്താനായിട്ട്. ഈ സമയത്താണ് സച്ചിയും നമ്മുടെ രേവതി റൊമാൻസിന്റെ എക്സ്ട്രീം ലെവലാണ് കേട്ടോ. അങ്ങനെ സച്ചി ഒരു മലയുടെ പൊക്കത്ത് കയറി നിന്ന് കൂന്ന് പറഞ്ഞു കൂന്ന്. അപ്പൊ രേവതി വെച്ചിട്ട് എന്താ സച്ചേട്ട കാണിക്കുന്നത്? സച്ചേട്ടൻ മിണ്ടാതെ നിൽക്കുക. ഏയ് അതൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പോവാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇവിടെ നല്ല സ്വാതന്ത്ര്യമല്ലേ. നീയും കൂവിക്കോ, നീയും കൂവ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അല്ല രേവതി കൂന്ന് കൂവി കേട്ടോ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂവിയും കാറിയും ഒക്കെ കളിക്കുകയാണ്. അങ്ങനെ കുറെ മഞ്ഞുള്ള സ്ഥലം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ മഞ്ഞിലൂടെയൊക്കെ ഓടി കളിക്കുകയാണ് കേട്ടോ. മഞ്ഞ് ഇങ്ങനെ നല്ല കോടയുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് കുറെ പയ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് 10-25 വയസ്സ് തോന്നിക്കുന്ന കുറെ പയ്യന്മാര് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കറങ്ങുന്നതും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ കുറെ പയ്യന്മാരുണ്ട്, ഒരു 4-5 പേരുണ്ട് കേട്ടോ. അപ്പൊ അവരിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചി ഭയങ്കര എൻജോയ്മെന്റ് ആണല്ലോ. ഭയങ്കര കറങ്ങലും കളിയും, കൈ പിടിച്ച് കറങ്ങുന്നു, ഓടുന്നു, ഓടി പിടിക്കുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ലവേഴ്സ് നടക്കുന്ന പോലെ തന്നെ, കാമുകന്മാര് നടക്കുന്ന പോലെ തന്നെ ഇങ്ങനെ. അപ്പൊ ഇവർക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ, ഇത് കൊള്ളാലോ, ഇതാരാ ഈ ടീം എന്നൊക്കെ അവന്മാരിങ്ങനെ പരസ്പരം പറയാ. അപ്പം രേവതിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതിന്ന് വിളിക്കുമ്പോഴത്തേക്കും അവന്മാരിൽ ഒരാൾ പറയുന്നുണ്ട് രേവതി, പേരെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കും വേറൊരുത്തൻ പറയാണ് എനിക്ക് പേരിനേക്കാളും ഇഷ്ടപ്പെട്ടത് അവളെയാന്ന്. അപ്പോഴത്തേക്കും ഇച്ചിരി എന്താ പറയാ നല്ല സ്വഭാവമുള്ളവന്മാരൊന്നും അല്ല ഇങ്ങനെ ഈ മദ്യമൊക്കെ അടിച്ച് കഞ്ചാവൊക്കെ വലിച്ച് നിൽക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ ഇവരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവന്മാര് പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതിനെ സച്ചിനെയും തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യണം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോൾ അവരുടെ പുറകെ നടക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും സച്ചിയുടെ സ്വഭാവം അറിയത്തില്ലല്ലോ ഇവന്മാരാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെ ചെയ്യാനായിട്ടും ഒക്കെ ചെല്ലുന്നതാണ് കേട്ടോ. മഹാവൃത്തിയേട്ടന്മാരാണ്. ഇപ്പൊ രേവതിയും സച്ചിയും കൂടെ കള്ളു കുടിച്ചോണ്ട്, അല്ല രേവതി സച്ചിയിൽ അവന്മാരിങ്ങനെ കള്ളു കുടിച്ചോണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ രേവതിനെയും സച്ചിനെയും ഇവര് നിരീക്ഷിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ പുറകെ നടക്കുന്നുണ്ട് ഇവന്മാര്. അപ്പം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിള് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരുത്തൻ പറഞ്ഞു, ഇതേ അവന്റെ ഭാര്യയാണ്, നെറ്റിയിൽ സിന്ദൂരം കൊണ്ട് താലിയുണ്ട്. അപ്പോഴത്തേക്ക് വേറൊരുത്തൻ പറഞ്ഞു, ഭാര്യയൊക്കെ തന്നെയാ, പക്ഷെ ആരുടെ ഭാര്യയാണെന്നേ സംശയമുള്ളൂ. മിക്കവാറും ഇത് വല്ലവന്റെ ഭാര്യയായിരിക്കും. സ്വന്തം ഭാര്യനെ ആരെങ്കിലും ഇങ്ങനെ കൊണ്ട് നടക്കുമോ? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതിയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം രേവതി ചോദിക്കുന്നു, എന്താ സച്ചി ഇത് പബ്ലിക് പ്ലേസ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ എന്റെ ഭാര്യയ്ക്കല്ലേ ഞാൻ ഉമ്മ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ രേവതി സച്ചി ഇവരെ ഒന്നും കാണുന്നൊന്നുമില്ല. രേവതിയോട് സച്ചി പറയും, എന്നാ പിന്നെ നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, വന്നതല്ലേ ഉള്ളൂ, എന്നാലും ബാ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കാണാന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ കയറി പിടിക്കുവാണ്. സച്ചി ഇങ്ങനെ രേവതിനെ പിടിച്ച് കാലെന്തോ ചെറുതായിട്ടൊന്ന് ഇടറിട്ടോ. അപ്പോഴത്തേക്ക് സച്ചി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാന്ന് അറിയത്തില്ല. നല്ല വേദനയുണ്ട് സച്ചിയേട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അല്ല ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിലൊന്നും പോകണ്ടെന്ന് പറയാണ്. അപ്പൊ ഇവന്മാർ ഇതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിനെ ഇങ്ങനെ സച്ചി പതുക്കെ പിടിച്ച് കൊണ്ടുവരിക. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതിനെ സച്ചി എടുത്തോണ്ട് കയറുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർക്ക് ഒരു രക്ഷയില്ല. അവന്മാര് ഇതൊക്കെ സിനിമയിലെ പാട്ട് സീൻ പോലെയുണ്ട്. ഹസ്ബൻഡും വൈഫും അല്ല അവര്. ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് അവരിങ്ങനെ പ്രണയിക്കത്തൊന്നും ഇല്ലെന്നേ. അവളെ എവിടെന്നോ ചാടിച്ചോണ്ട് വന്നതാ. രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നതാ. ഹണിമൂൺ കപ്പിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, വേറൊരുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ ഇതെന്തോ വശവശക് തന്നെയാ, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ തടയുന്ന കേസ് തന്നെയാ എന്ന് പറയാണ്. അങ്ങനെ രേവതിനെ എടുത്തോണ്ട് ആ ഒരു കാറല്ലല്ലോ നമ്മുടെ സച്ചി താർ കൊണ്ടാണല്ലോ വന്നത്. അപ്പൊ ആ താറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇതാണ് സച്ചിക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ രേവതിനെ വണ്ടി കയറ്റിയിട്ട് അവർ അടുത്ത പ്ലേസിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവന്മാരുണ്ടല്ലോ എന്ത് ചെയ്യുന്നു, ഇവന്മാര് വീണ്ടും നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പുറകെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഇവന്മാര് പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് ഒരുത്ത പറയുന്നുണ്ട് അടി കിട്ടും മിക്കവാറും എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്ത് അടി കിട്ടാനാ,
ഏതായാലും 2 ദിവസം നമ്മൾ ഇവിടെ കാണൂല്ലോ, ഇവരും ഇവിടെ കാണും. നമുക്കൊന്ന് കൊളുത്തി നോക്കാം എന്നാണ് ഇവന്മാരിങ്ങനെ ഇതില് ഒരുത്തൻ പറയുന്നത്. വരുൺ എന്നങ്ങാണ്ടാട്ടോ ഒരുത്തന്റെ പേര്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രയാണെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രേ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് എന്തിനോ ഇങ്ങനെ വിളിച്ചു പോകുന്നത് മനുഷ്യ, അല്ല കുടിക്കാനുള്ള വെള്ളം നിനക്ക് ജെക്കിലെടുത്തോണ്ട് വെക്കത്തില്ലേ, അത് പിന്നെ എടുത്തോണ്ട് ഞാൻ വെച്ചോളാം, അതിനിങ്ങനെ വിളിച്ചു പോകേണ്ട കാര്യമുണ്ടോന്ന്. ഏതായാലും ഈ സമയത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഡൈനിങ് ടേബിൾ നിറച്ച് കണ്ടല്ലോ, എന്താ പറയാ, കഴിച്ച ആ ഒരു ഭക്ഷണത്തിന്റെ പ്ലേറ്റ് ഒക്കെ അവിടെ തന്നെ കിടക്കാണ്. ഇത് കണ്ടപ്പോ രവീന്ദ്രന് ദേഷ്യം വന്നു. രവീന്ദ്രൻ ചന്ദ്ര എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പൊ ചന്ദ്ര വന്നു. എന്താ എന്താ മനുഷ്യ, ഇതെന്താടി, തിന്ന് മാത്രം കഴുകി വെക്കത്തില്ലേ, കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ, ഇത് കണ്ടില്ലേ ടേബിള് കിടക്കുന്നത്, അത് പിന്നെ തുടയ്ക്കാൻ വേണ്ടി ഞാൻ തുണി എടുത്തോണ്ട് വന്നതാ, എന്നിട്ട് പിന്നെ എന്താ നിനക്ക് പറ്റിയത്, അത് പിന്നെ മറന്നുപോയി തുടയ്ക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വെള്ളം കുടിക്കാൻ കേട്ടോ, വെള്ളത്തിന് പോലും ഒരു ടേസ്റ്റ് ഇല്ല നമ്മുടെ രേവതി ഇല്ലാത്തത് കൊണ്ട്. ഈ സമയത്ത് ചന്ദ്ര പതുക്കെ ആ ടേബിളൊക്കെ ഒപ്പിപ്പറിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ടേ, എങ്ങനെയൊക്കെയോ ക്ലീൻ ആക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ രേവതി ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. ചന്ദ്രയ്ക്ക് വന്ന വെടാപ്പാടെ ഇനിയിപ്പം ചന്ദ്രൻ 2-3 ദിവസത്തേക്ക് വീട്ടുവേലക്കാരി ആയല്ലേ പറ്റത്തുള്ളൂ. ഏതായാലും നമ്മുടെ രവീന്ദ്രന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറെ തുണി കൂട്ടി സെറ്റി കൊണ്ടിട്ടേക്കുക. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ രവീന്ദ്രൻ, ചന്ദ്രേ എടി എന്നാ എന്റെ പൊന്നു മനുഷ്യ, എനിക്ക് സമാധാനം തരത്തില്ല, പണിയെടുത്തൊരു വഴിക്കായി. ഇതൊക്കെ ഇവിടെയാണോ കൊണ്ട് ഇടേണ്ടത്, ഇതൊക്കെ തേച്ച് ഷെൽഫിലല്ലേ കൊണ്ട് വെക്കേണ്ടത്, ഓ ഞാൻ എടുത്തോളാം, ഒന്ന് സമാധാനപ്പെട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ രവിയേട്ടനും ചെയ്യാലോ, ഇത് പെണ്ണുങ്ങളെ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ അതൊക്കെ എനിക്കറിയാം, വേണ്ടി വന്നാൽ ഞാൻ ഇതൊക്കെ ചെയ്യും. ചെയ്യും ചെയ്യും, കുറെ ചെയ്യും. നിങ്ങൾ പക്ഷെ രേവതിയോട് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അത് പിന്നെ പറയാനേ അവൾ ഇടപെടുത്തുവോ? ഇല്ലല്ലോ. ആ കൊച്ചിവിടുന്ന് പോയതേ ഉള്ളൂ, അപ്പൊ തന്നെ വീട് മൊത്തം അലങ്കോലമാക്കി. അയ്യോ നിങ്ങളുടെ മരുമോളെ അങ്ങോട്ടുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് കൊല്ലു തിന്നു. ഞാൻ ആകെപ്പാടെ അടുക്കള വേർത്ത് നിൽക്കുകയാണ്. ആ മൂദേവി ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ജീവിച്ചതല്ലേ? ഓ ജീവിച്ചായിരുന്നു, അവൾ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായത്. ഓ അതിനു മുമ്പ് എന്താ ഇത് ആലയായിരുന്നോ? ഓ ആലയൊക്കെ ഇതിനേക്കാൾ എത്ര ഭേദമായി എന്റെ പൊന്ന് ചന്ദ്രൻ. എനിക്കറിയാം, നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അവരില്ലാത്തതിന്റെ ദേഷ്യമല്ലേ എന്നോട് തീർക്കുന്നത്. കാണാൻ ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടായിരുന്നു കൂടെ പോകത്തില്ലായിരുന്നു, വെറുതെ എന്തിനാ എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കുന്നതെന്ന്. ഏതായാലും ഈ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ സച്ചിനെ തന്നെയാണ്. അവർ വീണ്ടും ഇങ്ങനെ ടൂർ അടിച്ച് കറങ്ങി 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 എല്ലാ സ്ഥലത്തൂടെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, നേരം ഇരുട്ടുന്നത് വരെ നമുക്കിങ്ങനെ കാറിൽ കറങ്ങിയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകിട്ട് നമുക്ക് റൂമിൽ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടൻ എന്ത് പറയുന്നു, അതൊക്കെ ഓക്കെ, എനിക്ക് ഇത്രയും യാത്രയൊന്നും പരിചയമില്ലല്ലോ. ഓ ഹലോ, ഇത്രയും ഇതുപോലത്തെ യാത്രകളൊന്നും എനിക്ക് പരിചയമില്ല, ഇതെന്റെ ആദ്യത്തെ ഹണിമൂണാ, അല്ലാതെ ഞാൻ ഡെയിലി ഹണിമൂണ് പോവല്ലായിരുന്നേ. എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവന്മാര് ബുള്ളറ്റിലാണ് കേട്ടോ. അവന്മാര് നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പുറകെ ബുള്ളറ്റിലുണ്ടേ. ഒരു 3 ബുള്ളറ്റ് ഉണ്ട്. 3 ബുള്ളറ്റിൽ 2 പേര് വെച്ച് ഉണ്ട്. അപ്പൊ ഇവന്മാര് നമ്മുടെ സച്ചിയുടെ പുറകെ വരുന്നത് മറ്റേ കണ്ണാടി കൂടെ നമ്മുടെ സച്ചിക്ക് കാണാം. സച്ചി അത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. മിററിൽ കൂടെ ഇവന്മാര് പുറകിൽ കൂടെ വരുന്നത്. ആദ്യം ഓർത്തു എന്താ പുറകില് ആൾക്കാരിങ്ങനെ വരുന്നതാണെന്ന്. പക്ഷെ സൈഡ് കൊടുത്തിട്ടൊന്നും ഇവന്മാര് കയറി പോകുന്നില്ല. ഇവന്മാര് ഈ ഒരു താറിന്റെ പുറകെ തന്നെ അത് ട്രേസ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ മുഖഭാവം മാറിയപ്പോഴത്തേക്കും എന്ത് പറ്റി സച്ചിയേട്ടാന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, ഹേയ് ഒന്നും ഇല്ലെന്ന്. അങ്ങനെ പെട്ടെന്ന് രേവതിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇവന്മാർ എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് കയറിയിട്ട് പോവാണ് സച്ചിനെ നോക്കി. എന്നിട്ട് ഇവന്മാര് ഫ്രണ്ടിലേക്ക് കയറുന്നു. പിന്നെ അങ്ങ് സ്പീഡിൽ പോകുന്നില്ല, ഇവന്മാർ അവിടെ നിൽക്കുന്നു. അതായത് കുറച്ച് സ്പീഡിൽ പോകും, അപ്പൊ സച്ചി എത്തുമ്പോഴത്തേക്ക് വീണ്ടും ബ്രേക്ക് പിടിക്കും, കുറച്ച് ദൂരെ പോകും. അപ്പൊ അങ്ങനെ സച്ചിനെ കയറ്റിയും വിടുന്നില്ല. വല്ലാത്തൊരു, നമുക്ക് സച്ചിക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ലാത്തൊരു അസ്വസ്ഥത. ഏതായാലും സച്ചിക്ക് ദേഷ്യം വന്നു. അപ്പൊ രേവതി പറഞ്ഞു, സച്ചിയേട്ടാ വേണ്ട കേട്ടോ, സൂക്ഷിച്ചു പോയാൽ മതി, അവന്മാര് പൊക്കോട്ടെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ, ഇവന്മാരെന്തിനു ഇപ്പൊ നമ്മളെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്തു, സച്ചി വണ്ടി എടുത്ത് സ്പീഡിൽ ഓടിച്ച് അവന്മാരുടെ വേലങ്ങനെ അങ്ങ് വെച്ചു കേട്ടോ. അവന്മാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെ വെച്ചു. സച്ചിയോടല്ലേ കളി. സച്ചിയുടെ ടൗണിൽ കിടന്ന് എല്ലാവരുമായിട്ട് മുട്ടി തീർന്നതാണ്. ഇനിയിപ്പം മൂന്നാറിൽ വന്ന് മുട്ടാനായിരിക്കും സച്ചിയുടെ വിധി. അങ്ങനെ സച്ചി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ചോദിച്ചു, എന്താടാ നിങ്ങൾക്ക് ക്യാഷിന്റെ തന്റെ ഇടമാണോ? മര്യാദയ്ക്ക് ഇരുന്നില്ല, തലച്ചോറ് ഇവിടെ ചെതറുന്ന്. അപ്പോഴത്തേക്കും വരുൺ എന്ന് പറഞ്ഞ ആ പയ്യൻ പറഞ്ഞു, ഇങ്ങോട്ട് വാടാ, നീയാണോ തലച്ചോറ് ചെതറിക്കാൻ വന്നത്? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് യുവമാർ ഇങ്ങനെ
വീണ്ടും 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 ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവന്മാര് പറയുന്നുണ്ട്, പോടാ നിന്റെ മുതലേം കൂടി ഇവിടുന്ന് പോകാൻ നോക്കാനൊക്കെ ഒരുത്തം പറയണം. ഇപ്പൊ രേവതിനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി എന്ത് ചെയ്തു? സച്ചി അടിക്കാനും തുടങ്ങി കേട്ടോ. പാടാ പാടെ സച്ചി അങ്ങ് അടിക്കാൻ. രേവതിനെ പറഞ്ഞ സച്ചിക്ക് സഹിക്കുവോ? സച്ചി താലങ്ങനും വിലങ്ങനും അടിക്കുക. രേവതി പറയുന്നുണ്ട്, നിർത്ത് സച്ചിട്ട പ്ലീസ് സച്ചിട്ട, വേണ്ട സച്ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു? തള്ളി കയറ്റി ഇങ്ങനെ വണ്ടി കയറുകയാണ്. അപ്പോഴത്തേക്കും രേവതിയോട് പറഞ്ഞു, നീ ആദ്യം വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ രേവതി വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയും വണ്ടി കയറിയിട്ട് വണ്ടി എടുത്തോണ്ട് പോവാണ് കേട്ടോ. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവന്മാർക്ക് 2-3 അടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ഇവന്മാർ വെറുതെ ഇരിക്കത്തില്ല ഇനി. ഇവന്മാർക്ക് എന്ത് സച്ചിയോട് ഒരു ദേഷ്യവും വൈരാഗ്യവും ഉണ്ടാവുമല്ലോ. അതായത് നോവിച്ച് തന്നെയാണ് നമ്മുടെ സച്ചി വിട്ടിരിക്കുന്നത്. അതായത് നോവിച്ച് അങ്ങ് തീർത്ത് വിട്ടാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കുറച്ച് നോവിച്ച് വിട്ടോണ്ട് ഇവന്മാർക്ക് ഒരു സമാധാനമില്ല. ഇതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കാണ്ടോ. ശ്രുതിക്ക് ആണെങ്കിൽ ഇരിക്കപ്പുറതയില്ല, കിടക്കപ്പുറതയില്ലാത്ത ഒരു അവസ്ഥയാണ്. ശ്രുതി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട്, എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? എന്താ പറ്റിയത്? എന്താ വന്നിട്ട് ഡ്രസ്സ് പോലും മാറാതെ ഇവിടെ എന്ത് ചിന്തിച്ചോണ്ടിരിക്കുക? അത് പിന്നെ ഞാൻ ചിന്തിക്കുന്നത് വേറൊന്നും അല്ല. എന്താ? അല്ല, നീ രാവിലെ ഷോറൂമിൽ ഇരിക്കുമ്പോ മുതൽ ഞാന് നോക്കുമായിരുന്നു. നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്താ ഇത്രയ്ക്ക് മൂഡ് ഓഫ്? നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാണോ? അതൊന്നും അല്ല, നമുക്ക് ടൂറ് പോണം സുധി. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അത് പിന്നെ സച്ചി രേവതിയൊക്കെ ടൂറിന് പോയില്ലേ, അതുകൊണ്ട് നമുക്കും പോണം, പോയേ പറ്റൂ. അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ പിന്നെ നമുക്ക് പോകാം. ഒരു 2 ആഴ്ച കൂടെ കഴിയട്ടെ. അതിനകത്ത് 2 ആഴ്ച വരെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് നാളെ തന്നെ പോകത്തില്ലേ? എന്റെ പൊന്ന് ശ്രുതി, നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഒത്തിരി ദിവസമായോ? ഈ സമയത്ത് നമ്മൾ ടൂറിന് പോയാൽ ആളുകൾ ഓരോന്ന് പറയില്ലേ? ഓ പിന്നെ, ആളുകൾ നമ്മൾ ടൂറിന് പോകുന്നത് നോക്കി നിൽക്കുകയല്ലേ. ശ്രുതിക്ക് അറിയാമല്ലോ, ഞാനാണെങ്കിൽ വല്ലാത്ത മാനസികാവസ്ഥയിലായി. ഇപ്പം എനിക്ക് ടൂറിന് പോകാതെ ഒരു സമാധാനമില്ല. ഒരു 2-3 ദിവസം മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സ് ചേഞ്ച് ആകും. അതും ശരിയാ നീ പറയുന്നത്. അല്ല, മാത്രമല്ല ശ്രുതി, നമ്മളെ കല്യാണം കഴിഞ്ഞ് ഇതുവരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആ, അതും ശരിയാ. എല്ലാം ശരിയാ. അതാ പറഞ്ഞത്, ഇത് ഇനി നീട്ടി വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ എവിടെയെങ്കിലും ടൂറിന് പോകാം. നമുക്ക് നാളെ വാഗമണ്ണിൽ പോയാലോ? ഒരു 3 ദിവസത്തെ ട്രിപ്പ്. നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാം. എങ്ങനെയുണ്ട്? അല്ല, ഷോറൂമൊക്കെ അടച്ചിട്ടുണ്ടേ. ഷോറൂമില് സ്റ്റാഫ് ഉണ്ടല്ലോ. അല്ല സുധി, ഞാന് റൂം ഒന്ന് ബുക്ക് ചെയ്യട്ടെ. അത് പിന്നെ നമുക്ക് അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞിട്ട് സമ്മതം മേടിച്ചതിന് ശേഷം ബുക്ക് ചെയ്താൽ പോരെ? ആദ്യം നമുക്ക് റൂം ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അനുവാദം ചോദിക്കാം. അനുവാദമൊക്കെ ചോദിക്കാൻ നിന്നാൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി പോകണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തതിന് ശേഷം വീട്ടിൽ പറയുന്നതാ പൊന്നു സുധി ബുദ്ധി. എന്തായാലും ഞാൻ റൂം ബുക്ക് ചെയ്യാൻ പോകുക. എന്നാ ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് സമ്മതിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞ്, നമുക്കൊരു കാർ എടുക്കണം, നമുക്കൊരു ടാക്സി വിളിച്ചു പോകാം. പിന്നെ നാളെ രാവിലെ തന്നെ ആ ടാക്സിക്കാരോട് വരാൻ പറ, ഇപ്പൊ തന്നെ വിളിക്കുക. അപ്പൊ നമുക്ക് ആസ്വദിച്ച് പോവുകയും ചെയ്യാന്ന്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നത് കേട്ട് ശ്രുതി ഓരോന്ന് ചെയ്തു കൂട്ടുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് കാണാൻ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.